വിവാഹം എന്നത് വെറും ഒരു ബന്ധമല്ല, ഒരു ഇബാദത്താണ്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ അള്ളാഹുവിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വിശുദ്ധ കരാറാണ്. പക്ഷേ ഇന്ന് ആ ബന്ധം പലപ്പോഴും പണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പേരിൽ മലിനപ്പെടുകയാണ്. സ്ത്രീധനമായി കൊടുക്കുന്ന പണം, സ്വർണം, സമ്മാനം ഇതെല്ലാം ഒരു പതിവായി കാണുന്നവരായി ഇന്നത്തെ സമൂഹം മാറി. പക്ഷേ ഇസ്ലാമിൽ ഇത് പാപമാണ്, ഹറാമാണ്. ഇതറിഞ്ഞിട്ടും ഒരു സ്റ്റാറ്റസിനായി സ്ത്രീധനം നൽകി പെൺമക്കളുടെ ജീവിതം പിച്ചു ചീന്തുന്ന മാതാപിതാക്കൾ തന്നെയാണ് ഇന്ന് ഭൂരിഭാഗവുമുള്ളത്. ഇസ്ലാമിൽ വിവാഹ സമയത്ത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒന്നും കൊടുക്കേണ്ടതില്ല. പക്ഷേ ആൺകുട്ടി പെൺകുട്ടിക്ക് മഹർ എന്ന സമ്മാനം നൽകണം. മഹർ എന്നത് ഒരു ബഹുമാനമാണ്, ഭാരമല്ല. പെൺകുട്ടിയെ ആദരിക്കുന്നതിൻ്റെ പ്രതീകമാണ്. അതെത്ര ചെറുതായാലും മഹർ തന്നെയാണ്. പക്ഷെ സ്ത്രീധനം ഇന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിനായി ഉള്ളൊരു വസ്തുവായി മാറിക്കഴിഞ്ഞു. ഇന്ന് എത്ര പെൺമക്കളുണ്ട്, അവരുടെ വീട്ടുകാർ കടമെടുത്ത് വിവാഹം നടത്തുന്നു. ചിലർ പണത്തിനായി മക്കളുടെ ജീവിതം ഇരുട്ടിലാക്കുന്നു. ഇത് നമുക്ക് സഹിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ്. അലി റളിയല്ലാഹു അൻഹു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾക്ക് നൽകിയ മഹർ ലളിതമായിരുന്നു. അവർ ലോകത്തിൻ്റെ ആഡംബരങ്ങളിലേക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർക്കുണ്ടായിരുന്നത് വിശ്വാസവും സ്നേഹവുമായിരുന്നു. ഇന്ന് നാം മറക്കുന്നു, വിവാഹം ഒരു പ്രദർശനമല്ല, അത് അള്ളാഹുവിനോടുള്ള കരാറാണ്. അതിനെ പണത്തിൻ്റെയും സ്ത്രീധനത്തിൻ്റെയും പേരിൽ നിങ്ങൾ തകർക്കുകയാണ്. സ്ത്രീധനം വാങ്ങുന്നവൻ ആരായാലും പണത്താൽ സന്തോഷം കണ്ടെത്തുന്നവനാണ്. അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ കോപം വാങ്ങുന്നവനുമാണ്. ഇന്ന് പെൺമക്കൾക്ക് വിവാഹം എന്നത് ഒരനുഗ്രഹമല്ല, അതൊരു പേടിയായി മാറിക്കഴിഞ്ഞു. കാരണം വിവാഹത്തിൻ്റെ പേരിൽ ഇന്ന് നടക്കുന്നത് കച്ചവടമാണ്. കച്ചവടം ഉറപ്പിക്കുന്ന വീട്ടുകാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, തൻ്റെ മകളുടെ ഭാവി സ്ത്രീധനം മേടിക്കുന്നവൻ്റെ കയ്യിൽ സുരക്ഷിതമാകുമെന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ കൊടുക്കുന്ന സമ്പത്ത് കണ്ടിട്ട് വേണോ ഒരു പുരുഷന് നിങ്ങളുടെ മകളെ സ്നേഹിക്കാൻ? എല്ലാം പോട്ടെ, നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ പെൺമക്കളെ പൈസ കണ്ടിട്ടാണോ വളർത്തിയത്? ഒരിക്കലുമല്ല. എങ്കിൽ പിന്നെ മറ്റൊരുത്തന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്ത് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയാത്തത്? അള്ളാഹു ഒരാളുടെ ജീവിതം അനുഗ്രഹിക്കണമെങ്കിൽ അവൻ തൻ്റെ മക്കളെ നീതിയോടെ വളർത്തി വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിവാഹവും നീതിയായി നടത്തി കൊടുക്കണം. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാളെ കണ്ടാൽ അവനെ വിവാഹം ചെയ്യാൻ മടിക്കരുത്. പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തിയാൽ തന്നെ മാതാപിതാക്കൾ സ്വർഗത്തിലേക്കുള്ളവരാണ്. പക്ഷേ ഇന്ന് ഈ വിവാഹം കാരണം എല്ലാവരുടെയും വിധി നിങ്ങൾ തന്നെ മാറ്റി എഴുതുകയാണ്. നമ്മുടെ സമൂഹം മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലേക്ക് മടങ്ങണം. വിവാഹം ലളിതമാക്കുക, സ്ത്രീധനം നിർത്തുക, മഹറിനെ ആദരിക്കുക, പെൺകുട്ടികളെ സംരക്ഷിക്കുക. ഇതാണ് ഇസ്ലാം പറയുന്നത്. സ്ത്രീധനം മേടിക്കുന്നവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിയവരാണ്. ഒരു പെൺകുട്ടിയുടെ കണ്ണീരിൽ പണത്തിന് വിലയില്ല. ഒരു ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വേദനയിൽ ആഡംബരത്തിന് അർത്ഥമില്ല. അള്ളാഹുവിൻ്റെ മുൻപിൽ ചോദ്യം നേരിടേണ്ടി വരും. നീ എത്ര പണം വാങ്ങി, എത്ര മനസ്സുകൾ തകർത്തു? യാ അല്ലാഹ്, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനം എന്ന പാപം ഇല്ലാതാകട്ടെ. നീ അനുഗ്രഹിച്ച വിവാഹം സ്നേഹത്തിലും സമാധാനത്തിലും നിറഞ്ഞതാകട്ടെ. ആമീൻ.